നമ്മുടെ വിഷയം സർക്കാർ പ്രതിരോധത്തിലോ എന്നുള്ളതായിരുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണമെന്ന ഉറച്ച നിലപാടെടുത്ത ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ, അങ്ങനെ അഴകുഴമ്പൻ സമീപനമെടുത്ത ചില നേതാക്കൾ, ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളിയ ശേഷം നേരത്തെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ നേതാക്കളോട് ചേർന്ന് നിലപാട് മാറ്റിയ നേതാക്കൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം 9ാം ദിവസമായിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. 4 വാർഡും പോലീസിനെ വിന്യസിച്ചെന്ന് പറയുന്നു. അതിർത്തികൾ തിരച്ചിൽ നടത്തുമെന്ന് പറയുന്നു. വരുന്ന കാറുകളൊക്കെ നിർത്തിച്ചുകൊണ്ട് കാറിനകത്തേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ മുന്നിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇന്നലെ വരെ കോൺഗ്രസ് ഇതാ ഇയാളെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു CPM-നും സർക്കാരിനുമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം. ആ ആയുധം ഇന്നലത്തോടുകൂടി നഷ്ടമായിരിക്കുന്നു. ആ ആയുധം നഷ്ടമായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോകാത്തത്? ഇനി അറസ്റ്റിന്റെ ആവശ്യമില്ലെന്നേ. ആ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞു. അതായത് സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ള ഗുരുതരമായ വിഷയം, വിശ്വാസവുമായി ബന്ധപ്പെട്ടും വിശ്വാസികളെ ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്നപ്പോൾ സർക്കാർ പ്രതിരോധത്തിൽ തന്നെയായിരുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പ്രതികരിച്ച മറുപടികൾ തന്നെ ഏറ്റവും തമാശ രൂപത്തിലുള്ള പ്രതികരണമായിരുന്നു. നിങ്ങൾക്കില്ലാത്ത പ്രശ്നം ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്ക് എന്ന മറുപടി വരെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിക്കുന്ന 2 പേർ ഇപ്പോൾ ജയിലിലാണ്. ആ കേസ് അവിടെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിനായിട്ടുണ്ട്. അത് കോൺഗ്രസിന് ക്ഷീണവുമായിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? ഇവിടെ സംരക്ഷണം നൽകുന്നത് ഒരു മുതിർന്ന അഭിഭാഷകയാണ് കർണാടകയിൽ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മുതിർന്ന അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യണമല്ലോ. തെളിവുകളുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോകണമല്ലോ. ആരാണ് സംരക്ഷിക്കുന്നത് അവരെ പിടികൂടാമല്ലോ. എന്താണ് തടസ്സം? ഒരു തടസ്സവും ഇല്ല. അപ്പോൾ കോൺഗ്രസിനോടും പ്രതിപക്ഷത്തോടുള്ള ബഹുമാനത്തിന്റെ ഭാഗത്തിലല്ല. ഈ ബഹുമാനമൊക്കെ പല ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. ഉമ്മൻചാണ്ടിയോടില്ലാത്ത ബഹുമാനം, ഉമ്മൻചാണ്ടിയെ ഏത് രൂപത്തിൽ അപമാനിച്ചു എന്ന് വാർത്താ സമ്മേളനം നടത്തി ഇവിടെ അപമാനിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതില്ലാത്ത ബഹുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനോട് കാണിക്കുമെന്ന് കരുതാൻ ഇവിടെ ജനങ്ങൾ വിഡ്ഢികളല്ല. അപ്പോൾ ഈ വിഷയം പരമാവധി ഉപയോഗിച്ചു. ഇനി ഉപയോഗിക്കാൻ പറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടുത്ത ദിവസം നമുക്ക് നോക്കാം. നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരിക്കാം അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നാളെ കോടതി എടുക്കുന്ന നിലപാടും പ്രധാനമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പോലീസിനെ പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വാദമുഖങ്ങൾ അനുസരിച്ച് ബലാത്സംഗം ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞ നിർബന്ധിത ഗർഭചിത്രം, അതിൻ്റെ തെളിവുകൾ പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് തന്നെയാണ്. അതിൽ പോലീസിന് ആ കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷേ ബലാത്സംഗം എന്ന വാചകം കോടതി ഏറ്റെടുത്തിട്ടില്ല. മാത്രമല്ല ഹാബിച്വൽ ഒഫൻഡർ എന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നാളെ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് പ്രധാനമാണ്. കാരണം ബലാത്സംഗം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കൺസെൻഷ്യൽ ബന്ധമായിരുന്നു എന്ന് പറയുന്നു. ആ രൂപത്തിൽ അയാൾക്ക് അത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോഴും നിർബന്ധിത ഗർഭചിത്രം എന്ന വിഷയം, അതിനെ കോടതി എങ്ങനെ കാണുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമത്തെ വെല്ലുവിളിച്ച് ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ ഇപ്പോഴും ഒളിച്ചു കഴിയുന്നത് എല്ലാവർക്കും നാണക്കേടാണെന്നേ. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ നാഴിക്ക് 40 വട്ടം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതിൽ CPM പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. CPM-ന് ഉത്തരവാദിത്തം ഉള്ളത് ഇതിൽ ഇനിയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സർക്കാർ CPM-ന്റെ ആണല്ലോ, CPM-ന്റെ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിന് നേർക്കുണ്ടാവും. ഇന്ന് മുഖ്യമന്ത്രി വളരെ ഭംഗിയായിട്ടൊന്നുമല്ല മറുപടി പറയാം. മുഖ്യമന്ത്രി ഇന്ന് മുഴുവൻ രാഷ്ട്രീയ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഈ മീറ്റ് ദ പ്രസ് എന്ന് പറയുന്നതും രാഷ്ട്രീയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 വാർത്താ സമ്മേളനങ്ങൾ നടത്തുക, അല്ലെ മീറ്റ് ദ പ്രസ് നടത്തുക എന്നുള്ളത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ ഒന്നാകെ മന്ത്രിസഭ പുറപ്പെട്ടു പോകുന്നു, അത് കഴിഞ്ഞ് പ്രത്യേക യോഗങ്ങൾ പല സ്ഥലത്തായി വിളിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സംവിധാനം ഇതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സുകാർ സംരക്ഷിക്കുന്നു എന്നുള്ളത് ദുർബലമായ മറുപടിയാണെന്നേ. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അങ്ങനെയല്ല. ഞങ്ങളുടെ പോലീസ് ഇതാ നാളെ പിടിക്കും, ഇപ്പോൾ പിടിക്കും, നമ്മുടെ കയ്യിൽ കോൺഗ്രസ് നേതാവിന് പോലീസിനെ തടയാൻ പറ്റുമോ? അല്ല, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് സർക്കാർ അങ്ങനെ വെറുതെ വായി തോന്നി തെളിവ് വേണം, അല്ലെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തെളിവാണ് വേണ്ടത്. നോക്കൂ, ഈ 2 കർണാടകത്തിലാണ് ഒഴിവിൽ പോയെന്ന് എവിടെ അറിയാന്നേ. കർണാടകം തമിഴ്നാട്ടിലൊക്കെ ഒരു മിനിറ്റ് അവിടെ ഒരു പോക്സോ എക്സ്പെർട്ട് ഉണ്ട്, അങ്ങയുടെ കൂടെ അങ്ങനെ ആണെന്ന് അറിയില്ലല്ലോ. ഒരു തടസ്സവുമില്ല.
സർക്കാർ ഈ അവിടുത്തെ വിഷയത്തിൽ യൂത്ത് പ്രതിരോധത്തിലാണ്. നേതാക്കന്മാരെ കുറിച്ചൊക്കെ 9-ാം ദിവസം ഇത് പൂർത്തിയാകുന്നു. നാളെ 10-ാം ദിവസം മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. അതുവരെയും കാത്തിരിക്കാം. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതുവരെയും കാത്തിരിക്കാം എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് പുറത്തേക്ക് വരുന്നത്. സർക്കാർ പ്രതിരോധത്തിൽ ഒരു വാക്കൊന്ന് പറഞ്ഞുകൂടെ? ആ രാഹുൽ ഗാന്ധി നീ ഒന്നൊന്ന് കീഴടങ്ങൂ എന്നൊന്ന് പറഞ്ഞുകൂടെ? അല്ല. എന്തേ പറയുന്നില്ലല്ലോ. എന്തിനാ പാർട്ടിയുടെ ഭാഗമല്ലാത്ത ആളോട് ഇത് പറയണം? കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന പുറത്താക്കിയയാളെ കുറിച്ച് എന്ത് പറയണം? പുറത്താക്കിയയാളെ കുറിച്ച് എന്ത് പറയണം? ഇത്രയും ദുർബലമാണ് ഈ പോലീസ്. ഒന്ന് കീഴടക്കിട്ട് വേണം പിടിക്കാൻ പറയാൻ. ഇത്ര ദുർബലമാണ് ഈ പോലീസ്. പോലീസ് ആയിരിക്കും പറയാൻ പോകുന്നത്. ഒന്ന് രാഹുൽ അതെ, എന്തൊരു ഗതികേടാണ്. അല്ല ഒരു മിനിറ്റ്, കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരെയും കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ കേരള പോലീസ് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന അവസ്ഥ കാണാനുള്ള നല്ലതാണ്. ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. അത് കാണാനുള്ള ശേഷി ശരി ഇല്ലാത്തതുകൊണ്ടാണ്. ശരി 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 പിടിക്കട്ടെ. അല്ല, വേവുകോളം കാത്തിരിക്കണം. നിങ്ങൾ ആറാം കാത്തിരിക്കൂ. നിങ്ങൾ ആറാം കാത്തിരിക്കൂ. നിങ്ങൾക്കിനി തണുത്തിട്ട് മതിയെന്നാണ്, തണുത്തോട്ടെ എന്നാണ് ഉദ്ദേശം. Meet the editors.